നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ എന്തെങ്കിലും നോക്കുന്നത്? ഇതേ എന്റെ ഒരു സുഹൃത്തിന്റെ വീടാ. അവൻ വിദേശത്താ. ഇന്നലെ വിളിച്ചു പറഞ്ഞ ഉടനെ അവൻ ചാവി കൊടുത്തു വിട്ടു. എങ്ങനെയുണ്ട് വീട്? ഇഷ്ടായോ അമ്മയ്ക്ക്? എന്ത് ചോദ്യം മോനേത്? ഇഷ്ടപ്പെട്ടോന്നോ? ഞാനൊരാൾക്ക് താമസിക്കാൻ ഇത്രയും വലിയൊരു വീടെന്തിനാ? ഒരൊറ്റമുറി വീടിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അതുകൊള്ളാം. ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ MD ഗൗതമിന്റെ അമ്മയ്ക്ക് താമസിക്കാൻ ഇതിലും ചെറിയൊരു വീട് എടുക്കാൻ പറ്റുമോ? ഇത് തന്നെ ഇപ്പൊ ചെറുതായി പോയിന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരു താൽക്കാലിക ഇടവല്ലേ, നോക്കട്ടെ. കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരെണ്ണം നോക്കാം നമുക്ക്. ദേ ഗൗതം, ഇവൾ ഓരോന്നിങ്ങനെയൊക്കെ പറയും. അത് കേട്ട് ചാടി പുറപ്പെടാൻ നിക്കണ്ട. ഇത് തന്നെ അധിക കേട്ടല്ലോ. ഓക്കെ, ഇനി അമ്മ പറഞ്ഞിട്ടല്ലാതെ വേറൊരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് അകത്തേക്ക് അറിയാലോ. ആഹാ, ഒരു ടെക്സ്റ്റൈൽസ് മുഴുവൻ വാങ്ങിക്കൂട്ടിയത് കാറിനകത്തിരിപ്പുണ്ട്. ഒരു പലവ്യഞ്ജനക്കടയിലെ സാധനം കാറിലും ഇരിപ്പുണ്ട്. ഇതൊക്കെ പിന്നെ ആരെടുക്കും? ഓക്കെ, പലവ്യഞ്ജനത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഏറ്റെടുത്തു. ടെക്സ്റ്റൈൽസ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്തോണം. ഓക്കെ ഓക്കെ. ഇനി അമ്മയും മരുമോളും വലതുകാല് വെച്ച് അകത്ത് കയറിയേ. അവൻ താമസിച്ചിരുന്ന വീടായതുകൊണ്ട് ഫർണിച്ചറുകളെല്ലാം ഉണ്ട്. കിച്ചണിലും അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്. പോരാത്തന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് വാങ്ങിക്കാം. ഇതേ കൂടുതൽ ഫർണിച്ചറൊക്കെ എന്തിനാ മോനെ? ഒന്നും വേണ്ട. ആ, ബെഡ്റൂം കാണണ്ടേ? വാ. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. അമ്മയ്ക്ക് ഈ മുറി ഉപയോഗിക്കാം. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് പോയി നോക്കാം. വാ. ഇനി കിച്ചൺ കാണാം. വാ. ആ, എന്തു പറയുന്നു? ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലാന്ന് ഞാൻ പറഞ്ഞ അത് മനഃപൂർവ്വം പറയുന്ന പോലെ ആയിപ്പോ. 100% ഓക്കെയാ. എങ്കി വാ. ആ, ദേ ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഇതും ഓക്കെ ആണല്ലോ? എല്ലാം ഓക്കെയാ. ഇതിൽ കൂടുതലൊന്നും വേണ്ട. ആ, എങ്കി വാ. അപ്പോ മൊത്തത്തിൽ വീടമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ആഹാ, കരയാൻ പോവാണോ? അല്ല, എന്താ അമ്മായിയമ്മയുടെ ഉദ്ദേശം? എത്ര വർഷങ്ങൾക്ക് ശേഷം എന്റെ വീടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നൊരിടത്ത് ഞാനിന്ന് നിൽക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? എന്റെ മോന് ജന്മം കൊടുത്ത് ആ
അനാഥാലയത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം ഞാൻ പിന്നെ കഴിഞ്ഞത് മുഴുവൻ അമ്പലങ്ങളിലും സത്രങ്ങളിലും മറ്റാശ്രയ കേന്ദ്രങ്ങളിലും ഒക്കെ ആയിരുന്നു. ശരിക്കു പറഞ്ഞ ഒരനാഥയെ പോലെ, ഒരു ഭിക്ഷക്കാരിയെ പോലെ അലഞ്ഞു നടന്ന എനിക്ക് എന്റേതെന്ന് പറയാൻ ഒരു വീട് കിട്ടിയിരിക്കുന്നു. അത് വാടക വീടാണെങ്കിലും എന്റെ മോൻ എനിക്ക് തന്നതാ. അത് ഓർക്കുമ്പോ എന്റെ കണ്ണ് നിറയാതിരിക്കോ? അതല്ലേ അമ്മേ ഞാൻ പറഞ്ഞത്. തൽക്കാലത്തേക്ക് ഒരു വീട്, എല്ലാ അർത്ഥത്തിലും സ്വന്തമെന്ന് പറയാവുന്ന ഒരു വീട് ഉടനെ തന്നെ ഞാൻ അമ്മയ്ക്ക് വാങ്ങിത്തരും. പക്ഷേ ഇനി ഇങ്ങനെ കരയാതിരുന്നാ മാത്രം മതി. ദേ, ഇത്രയും കാലം ആന്റി കരഞ്ഞതല്ലേ, ഇപ്പൊ ദൈവമായിട്ട് തന്നെ ആന്റിക്ക് ആന്റിയുടെ മോനെ തിരിച്ചു തന്നു. ദൈവം തന്ന ആ സന്തോഷം കരഞ്ഞു പാഴാക്കി കളയല്ലേ ആന്റി. ദൈവം എന്റെ അമ്മയ്ക്ക് സ്വന്തം മകനെന്ന സന്തോഷം കൊടുക്കാൻ തീരുമാനിച്ചപ്പോ പോലും അതിന് തടസ്സം നിന്നവളല്ലേ നീ. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ആഹാ, നിങ്ങളുടെ വഴക്ക് ഇതുവരെയും കഴിഞ്ഞില്ലേ? ഞാൻ സത്യമല്ല അമ്മേ പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള വർത്താനം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും എന്റെ പെറ്റമ്മ ആരാണെന്ന് അറിയാതെ നടക്കേണ്ടി വരില്ലായിരുന്നു ഞാൻ. ദേ, അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ കൂടെ കൂട്ടിയത്. പക്ഷേ ഇവളെന്നോട് കാണിച്ച ദ്രോഹം ഏത് സമയത്തും എന്റെ മനസ്സിൽ തേട്ടി വന്നുകൊണ്ടിരിക്കും. നോക്കു മോനെ, ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ? എന്റെ മോനെ കണ്ടെത്തണം, അകലെ നിന്നൊരു നോക്ക് കാണണം, പിന്നെ തിരിച്ചു പോണം. അത്രേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഞാൻ ഗൗതമിന്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ നിധി ഒറ്റൊരാളാ എന്നെ മടത്തി പോവാൻ അനുവദിക്കാതെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തിയത്. അല്ലായിരുന്നെങ്കിൽ ഈ ജന്മം മോൻ എന്നെ കാണാനുള്ള അവസരം ഉണ്ടാവുമായിരുന്നോ? എനിക്ക് നിന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരുന്നോ? അതുപോട്ടെ, ഈശ്വരമംഗലത്തേക്ക് ഒരു വേലക്കാരിയായിട്ടെങ്കിലും ഞാൻ കടന്നു വന്നത് എങ്ങനെയാ? മോനോട് വീട്ടുജോലിക്കൊരാളെ വേണോന്ന് പറഞ്ഞ് നിധി വാശി പിടിക്കുമ്പോ അക്കാര്യം ഈ മോൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ കൂടെ ഒരു വീട്ടിൽ കഴിയാൻ കിട്ടുന്ന അവസരമാണെന്നും അത് പാഴാക്കരുതെന്നും പറഞ്ഞ് മോന്റെ ഓഫീസിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത് പോലും നിധിയായിരുന്നു. അതറിയോ മോന്? ഒടുവിൽ പാർവതിയെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതി ഞാൻ ആ വീട് വിട്ടു പോയിട്ട് പോലും എന്നെ കണ്ടെത്തി എനിക്ക് കിടക്കാൻ ഒരിടോ ഒരു ജോലി ഒപ്പിച്ചു തന്നത് ഈ നിൽക്കുന്ന എന്റെ മരുമോളാണ്. എനിക്ക് വേണ്ടി ഇവൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പാർവതിക്ക് വേണ്ടിയും ഒരുപാട് വിഷമിച്ചു. ഒന്നും മോനെ ദ്രോഹിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഇവളൊരിക്കലും ദ്രോഹിയെന്ന് വിളിക്കരുത് മോനെ. ഞാൻ പെട്ടെന്നങ്ങനെ പറഞ്ഞു പോയതാ.